തമ്മിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മനു ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ മനു ആണെങ്കിൽ വൈജയന്തി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഉണ്ട് ആൻറ്റി സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, "ഓ എന്ത് സുഖം, എൻ്റെ സുഖം മൊത്തം ഇല്ലാതാക്കിയിട്ടല്ലേ ആ നശിച്ചോൾ ഇവിടുന്ന് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." അപ്പം നമ്മൾ അലീനെ അങ്ങോട്ട് പറയുന്ന സമയത്ത് നമ്മളെ മനുവിനാണെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മനു ആണെങ്കിൽ പറയുന്നുണ്ട്, ആൻറ്റിയുടെ സഹോദരങ്ങളാണെങ്കിലും അതുപോലെ അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും ഇപ്പം ആൻറ്റിക്കെതിരായി നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ആൻറ്റിക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അത് ആൻറ്റിയുടെ ആ പാസ്റ്റ് അവർക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ വൈജയന്തി ഒന്നും അറിയാത്ത എനിക്ക് പാസ്റ്റോ എന്ത് പാസ്റ്റ് അറിയാവുന്ന പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വൈജയന്തിയെ അഭിനയിച്ചിട്ടാണോ അതിന് മനുവിന് അറിയാവോ എന്നിട്ടുള്ള ഒരു സംശയങ്ങൾ കൊണ്ടായിരിക്കും നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, എന്ത് പാസ്റ്റ് നിനക്കാണെങ്കിൽ എല്ലാം അറിയാവുന്ന കണക്കാണല്ലോ നീ പറയുന്നത്, എന്താ നിനക്കറിയുന്നത്, നീ കാര്യം പറയാനൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മനു പറയുന്നത്, എന്തായാലും ഞാനാണെങ്കിൽ ആ കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആൻറ്റിക്ക് അത്രയ്ക്കും അറിയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ആൻറ്റിയുടെ മക്കൾക്കും അതുപോലെ തന്നെ അങ്കിളിൻ്റെ അടുത്തും പോയി ചോദിച്ചാൽ മതി, അപ്പോൾ അവരാണെങ്കിൽ പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ മനു ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും അലീനെ എന്തായാലും ആൻറ്റിയുടെ ജീവിതത്തിൽ നിന്നും ആൻറ്റിക്ക് മൊത്തത്തിൽ ഒഴിവാക്കി കളയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളെ മനു ആണെങ്കിൽ വൈജയന്തി അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ വൈജയന്തി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ആണെങ്കിൽ പിള്ളേർ സംസാരിക്കുന്നത് എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടേ പറ്റത്തുള്ളൂ. ആ സമയത്ത് എന്തായാലും അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വൈജയന്തി ആണെങ്കിൽ ബബിതയും കൃഷ്ണമോളും സംസാരിക്കുന്നുണ്ട് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അവിടെ കൃഷ്ണമോൾക്ക് മാത്രമല്ലേ ഇപ്പോൾ അറിയത്തുള്ളൂ സത്യാവസ്ഥ. അപ്പം നമ്മളെ ബബിതയ്ക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണെങ്കിൽ അവർ സംസാരിക്കുന്നതിനകത്ത് അവർ വൈജയന്തിയുടെ കാര്യങ്ങളൊന്നും അവർ സംസാരിക്കുന്നൊന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തി വിചാരിക്കുന്നുണ്ട്, ഇവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ലല്ലോ, അപ്പം എങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വൈജയന്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ കൃഷ്ണമോളും അലീനയും തമ്മിലാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ സംസാരിക്കുന്നത് നമ്മളെ വൈജയന്തി കേൾക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ അമ്മ എന്താ ചേച്ചി കാണിക്കുന്നത്, ഇപ്പോഴും അമ്മയ്ക്ക് അഹങ്കാരത്തിനൊരു കുറവുമില്ല, പാവം എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പം അമ്മ ഇപ്പോൾ ഇത്രയും സഹിക്കുന്നുണ്ട്, അപ്പം അമ്മയ്ക്ക് അങ്ങ് കുറച്ചൊക്കെ അങ്ങ് അടങ്ങി നിന്നൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അച്ഛൻ്റെ മോളല്ലല്ലോ അലീന ചേച്ചി, അമ്മയുടെ മോളല്ലേ, അതൊട്ട് അമ്മയ്ക്ക് അറിയത്തതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം നമ്മളെ വൈജയന്തി അറിയുന്നുണ്ട് കേട്ടോ. അലീന സ്വന്തം മകളാണെന്നുള്ള കാര്യമൊക്കെ നമ്മളെ വൈജയന്തി അറിയുന്നുണ്ട്. പക്ഷേ എപ്പോഴും വൈജയന്തി ചിന്തിക്കുന്നത്, ഇവളെന്താ ഈ പറയുന്നത്, അലീന എൻ്റെ മോളെന്ന്, അതിനൊരു സാധ്യതയില്ല, എൻ്റെ മോളാണെങ്കിൽ 23 വർഷം മുമ്പ് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇവരെന്താ ഇപ്പോൾ ഇവൾ പറയുന്നതെന്നൊക്കെ നമ്മളെ വൈജയന്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കൃഷ്ണമോളാണെങ്കിൽ പറയുന്നുണ്ട്, 23 വർഷം മുമ്പ് അടിച്ചു പൊളിച്ചൊക്കെ നടന്നില്ലേ, അന്ന് ചെയ്ത ആ ഒരു വലിയൊരു തെറ്റ് അമ്മയ്ക്ക് ഇപ്പോഴും അമ്മ മറന്നു പോയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ വൈജയന്തി ആലോചിക്കുന്നത്, 23 വർഷം മുമ്പോ, ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞത്, 23 വർഷം മുമ്പുള്ള എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവരിതെങ്ങനെ അറിഞ്ഞതെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നമ്മളെ വൈജയന്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ ആ കാര്യങ്ങളും അന്നത്തെ കുഞ്ഞാണെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ എന്തൊക്കെയാണ് ഈശ്വര ഇവർ പറയുന്നത്, ഇവരെന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതൊക്കെ ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഉള്ള ആ ഒരു കൺഫ്യൂഷനിലും പേടിയിലും ഒക്കെ ആയിട്ട് നമ്മളെ വൈജയന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.